ജയസൂര്യൻ സർ, മാറാത്തതിനി മാറും എന്ന് പറയുന്ന ആകർഷകമായ ഒരു മുദ്രാവാക്യവുമായാണ് ബി.ജെ.പി. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എൻറർ ചെയ്തത്. നമുക്കൊക്കെ അറിയാം. യഥാർത്ഥത്തിൽ 25% വോട്ട് നമ്മൾ കേരളത്തിൽ നേടണം എന്ന് തൃശ്ശൂരിൽ വെച്ചുള്ള കൺവെൻഷനിൽ ബി.ജെ.പി. പ്രവർത്തകരോട് അല്ലെങ്കിൽ കേരളത്തിലെ ബി.ജെ.പിയോട് ആഹ്വാനം ചെയ്തത് മറ്റാരുമല്ല, യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ തന്നെ ചാണക്യനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത് ഷാ ആയിരുന്നു. പക്ഷേ 25% എന്നുള്ള ആ ഒരു വിജയ ലക്ഷ്യം മറികടക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ ബി.ജെ.പിക്ക് സാധിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ബി.ജെ.പി. വക്താവ് എന്ന നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേടിയ വിജയത്തെ ജയസൂര്യൻ സാർ എങ്ങനെ വിലയിരുത്തും? യഥാർത്ഥത്തിൽ ബി.ജെ.പി. നേടിയത് അല്ലെങ്കിൽ ബി.ജെ.പി. ഉദ്ദേശിച്ച ഒരു വിജയം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മുന്നണി, അതായത് എൻ.ഡി.എ, നേടിയത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അമിത്ഷാ കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകർക്ക് നൽകിയിരുന്ന ഒരു ലക്ഷ്യമുണ്ട്, ഒരു നിർദ്ദേശമുണ്ട്. 25% എത്തിപ്പിടിക്കാൻ സാധിക്കണം എന്നുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ബി.ജെ.പിയും മറ്റു രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുക. ബി.ജെ.പിയുടെ ഇത്തവണത്തെ ലക്ഷ്യം 25%. അത് ലക്ഷ്യമാണ്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് ബി.ജെ.പി. മുന്നേറി എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബി.ജെ.പിയുടെ കണക്കുകളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ചർച്ചകളിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ത്രിതല ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതിൽ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഭാഗം ഗ്രാമപഞ്ചായത്തുകൾ ആണ്. ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ അതല്ലെങ്കിൽ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ എന്നതില് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്തിലാണ്. ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ 19,000-ൽ പരം ഉണ്ടായിരുന്നു. അതായത് CPM-നോ കോൺഗ്രസിനോ ഒന്നും ആ നമ്പറിന്റെ അടുത്തേക്ക് പോലും സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചില്ല. പ്രാദേശിക പാർട്ടികളായിട്ടുള്ള മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, CPI അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ ഏതാണ്ട് ഒരു 1000, 1200, 1500 സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തിയിടത്താണ് 19,000-ൽ പരം സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. നിർത്തിയത്. എന്നാൽ ബി.ജെ.പിക്ക് ഉണ്ടായ മുന്നേറ്റം കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ശതമാന കണക്കുകൾ പോലും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം ഈ ശതമാന കണക്കുകൾ കൂട്ടിയെടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. ഒരു സംസ്ഥാന തലത്തില് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ശതമാന കണക്ക് കൂട്ടുമ്പോൾ അതിൽ ജില്ലാ പഞ്ചായത്തിന്റെ കണക്ക്, അതേപോലെ മുനിസിപ്പാലിറ്റിയുടെ, കോർപ്പറേഷന്റെ, ഇത് മാത്രമാണ് സർവേ ചെയ്യുന്നവർ കണക്കാക്കുന്ന ശതമാന കണക്ക്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ഗ്രാമപഞ്ചായത്തിന്റെയോ കണക്ക് അവിടെ ഉൾപ്പെടുത്തുന്നതേയില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഞങ്ങളെപ്പോലെയുള്ളവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയും, അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു കണക്ക് കിട്ടില്ല. എന്നാൽ ജില്ലാ പഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മാത്രം എടുക്കുന്നു, ബ്ലോക്ക് പഞ്ചായത്തിനെയും ഗ്രാമപഞ്ചായത്തിനെയും ഒഴിവാക്കുന്നു. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും പിന്നെ ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ എടുക്കുന്നു. പക്ഷെ സത്യത്തിൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും വളരെ കൂടുതൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇത്തവണ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്, കൂടാതെ തന്നെ UDF-നും. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ കണക്കുകൾ എന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ ആവശ്യമനുസരിച്ച് സൃഷ്ടിച്ചെടുക്കുന്ന കണക്കുകളാണ്. കൃത്യമായി പറഞ്ഞാൽ ബി.ജെ.പി. 21%-ൽ കൂടുതൽ വോട്ട് സമാഹരിച്ചിട്ടുണ്ട്. അതായത് ഗ്രാമപഞ്ചായത്തിലെ വോട്ടുകളും ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കിട്ടിയ വോട്ട് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കിട്ടിയ വോട്ടുകളുമായി താരതമ്യം ചെയ്ത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഇപ്പൊ ഞാൻ അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഉൾപ്പെട്ടു വരുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, അതിന്റെ ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ നമുക്ക് വ്യക്തമായി കാണാം, 60-ഓ അതിലധികമോ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ചേരുന്നതാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. എന്നാൽ ഈ 60 വാർഡുകളിൽ മത്സരിച്ച ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് NDA സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടും അതേ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും തമ്മിൽ ആയിരക്കണക്കിന് വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഇത് സംസ്ഥാനം മുഴുവൻ കണക്കാക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കിട്ടിയ വോട്ടുകൾ കൂടി ബി.ജെ.പിയുടെ കണക്കിൽ ചേർത്താൽ ബി.ജെ.പിക്ക് 21%-ലധികം വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25 ലക്ഷ്യം വെച്ച് 21 നേടിയെന്ന് പറയുമ്പോൾ
LDF-ഉം UDF-ഉം വെച്ച ലക്ഷ്യവും അവർ നേടിയ നേട്ടവും തമ്മിൽ നോക്കിയാൽ BJP നല്ല മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ തവണ 13 ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് BJPക്ക് ഭരണം കിട്ടിയത്. ഇത്തവണ അത് 30 ഗ്രാമപഞ്ചായത്തുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 13 എന്നുള്ളത് 30 എന്ന് വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് നമുക്കറിയാം. BJPക്ക് 2 മുനിസിപ്പാലിറ്റികൾ ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും 2 മുനിസിപ്പാലിറ്റികൾ ഉണ്ട്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന ഏരിയ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ നല്ല മുന്നേറ്റം കുറിച്ചു. അതായത് വയനാട്, ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങൾ. താരതമ്യേന BJP ദുർബലമെന്ന് കരുതുന്ന കണ്ണൂർ, അവിടെയൊക്കെ തന്നെ BJPക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ BJPയുടെ ഈ മുന്നേറ്റത്തെ ഇടത് വലത് മുന്നണികൾ കൃത്യമായും കണക്കാക്കിയിട്ടുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കതിൽ ഭയവുമുണ്ട്. പക്ഷെ മാധ്യമ കണക്കുകളിലാണ് ഈ പറയുന്ന പോലെ BJP കാര്യമായി മുന്നേറ്റം ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയ പാർട്ടിയും സഖ്യവും BJP ആണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ടാലി വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 41 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ 30,000-നും 40,000-നും മുകളിൽ വോട്ട് വാങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്ക് ഇനി ഏതാനും ആയിരങ്ങൾ, ചെറിയ ശതമാനം മാത്രം വോട്ട് വർദ്ധിച്ചാൽ 40 അസംബ്ലി സീറ്റുകൾ നിർണായകമായ ശക്തിയായി BJPക്ക് കുതിച്ചുയരാൻ സാധിച്ചിട്ടുണ്ട്. ഈ 40 അസംബ്ലി സീറ്റുകൾ BJP അടുത്ത അസംബ്ലി ഇലക്ഷനിൽ നേടുകയാണെന്നിരിക്കട്ടെ, തീർച്ചയായും കേരളത്തിൽ LDF-ഉം UDF-ഉം ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ വരും. കേരള രാഷ്ട്രീയത്തിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യം BJP തീരുമാനിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതിനെ 2 തരത്തിലാണ് 2 മുന്നണികളും ഇന്ന് നോക്കിക്കാണുന്നത്. ഇപ്പൊ UDF ആണെങ്കിൽ ഭരണം കിട്ടി എന്നുള്ള വലിയ ആഹ്ലാദത്തിലാണ്. ഞങ്ങൾ ഏതാണ്ട് നിയമസഭ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ് UDF നിൽക്കുന്നത്. LDF ആകട്ടെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് കിട്ടിയ തിരിച്ചടി കൃത്യമായി വിശകലനം ചെയ്ത് ഇനി എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത് എന്നുള്ള തന്ത്രങ്ങളുമായിട്ട് അവർ നീങ്ങുകയാണ്. SIR-ലൊക്കെ വൻതോതിലുള്ള അട്ടിമറികൾ നടക്കാൻ പോവുകയാണ്. അതായത് വോട്ട് വെട്ടിമാറ്റലും കൂട്ടിച്ചേർക്കലും ഒക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അതിഭീകരമായ തോതിൽ നടക്കും. അങ്ങനെ വന്നാൽ UDF പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് സാധിക്കില്ല. LDF തക്കം പാർത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇത് രണ്ടിനും ഇടയിൽ ശക്തി ആർജിക്കാൻ പോകുന്ന ഒരേ ഒരു മുന്നണി അത് BJP ആയിരിക്കും, ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തൽ. ജയസൂര്യൻ സാർ ഇത്തരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും LDF അവരുടെ പരാജയം എന്താണെന്നുള്ള വിശകലനത്തിലാണ്, UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം കണ്ടതുപോലെയുള്ള ആഘോഷത്തിലാണ്. അപ്പോൾ അവിടെ അവസാനിക്കുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ജയസൂര്യൻ സാർ. എന്താണ് BJPയുടെ അപ്കമിങ്, അല്ലെങ്കിൽ BJP എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്ന ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാം. അതിനെയൊക്കെ BJP ഇനി ഏത് രീതിയിലാണ് നേരിടാൻ പോകുന്നത്? കേരളത്തിൽ BJP മുന്നോട്ട് വെച്ചത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. വികസനം വേണം എന്നുള്ള ഒരു മന്ത്രമാണ്. മാറാത്തത് ഇനി മാറും എന്നുള്ള മന്ത്രത്തോടൊപ്പം, സ്ലോഗനോടൊപ്പം BJP മുന്നോട്ട് വെച്ചത്. അപ്പോൾ വികസനം എന്നുള്ളത് കേരള ജനത ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കിട്ടിയിരിക്കുന്ന BJPക്ക് കിട്ടിയിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് അധികാരം ലഭിച്ച പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും BJPയുടെ ഭരണം മാതൃകാപരമായിരിക്കും. അവിടെ വരുന്ന മാറ്റങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും. അങ്ങനെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ നിർണായക ശക്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കേരള ജനത എത്തുകയും ചെയ്യും. അതില് ഇന്നിപ്പോൾ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പേര് ക്രൈസ്തവര്, ഏതാണ്ട് 1000-ൽ പരം 2000-ഓളം ക്രൈസ്തവരാണ് താമര ചിഹ്നത്തിൽ മത്സരിച്ചത്. അതിൽ ഏതാണ്ട് 10-ലൊന്നോളം ആൾക്കാര് വിജയിക്കുകയും ചെയ്തു. എന്ന് പറയുമ്പോൾ ക്രൈസ്തവ മേഖലകളിൽ ക്രൈസ്തവ വോട്ടുകൾ നല്ല ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം വനിതാ കാൻഡിഡേറ്റ്സ് പോലും താമര ചിഹ്നത്തിൽ ജയിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് മുസ്ലിം, എൻലൈറ്റഡ് മുസ്ലിം
BJP യെ മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതിന്റെ സൂചനയുമാണ് അത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ BJP യെ സമീപിക്കാവുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളും അസംതൃപ്തരായ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളും സമാഹരിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാധിക്കും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അസംബ്ലി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിർണായക ശക്തിയാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് BJP യെ തന്നെ ആയിരിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് BJP ഉദ്ദേശിക്കുന്നത്. യെസ്, എന്തായാലും ജയസൂര്യൻ സാറെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനിയും ഏറെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ BJPക്ക് സാധിച്ചു. അത് തുടർന്നു പോകാനും സാധിക്കട്ടെ. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ.